നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് എങ്ങനെ നമുക്ക് യൂട്യൂബിൽ എത്രയും പെട്ടെന്ന് ഫാസ്റ്റായിട്ട് 1000 സബ്സ്ക്രൈബറെ തികയ്ക്കാം എന്നുള്ളതിനെക്കുറിച്ചാണ്. അപ്പോൾ വളരെ വിശദമായ ഒരു വീഡിയോ ആയതുകൊണ്ട് കുറച്ച് ലെങ്തി ആയിരിക്കും. എല്ലാവരും പൂർണ്ണമായിട്ടും കാണാൻ ശ്രമിക്കുക. അതുപോലെ ഇതിൻ്റെ ടിപ്സുകളും ട്രിക്കുകളും എല്ലാം നമുക്ക് വിശദമായിട്ട് തന്നെ നോക്കാം. ജെനുവനായിട്ട് സബ്സ്ക്രൈബർ കിട്ടാൻ കുറച്ച് പ്രയാസം തന്നെയാണ്. അതിൻ്റേതായ കഷ്ടപ്പാടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അത് എങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഒരു എളുപ്പത്തിൽ നമുക്ക് സബ്സ്ക്രൈബേഴ്സിനും അതേപോലെ തന്നെ വ്യൂസൊക്കെ കിട്ടാൻ വേണ്ടി നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, അതിൻ്റെ ഒരു 4 ടിപ്സാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ പറയുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക. സ്കിപ്പ് ചെയ്ത് പോയി കഴിഞ്ഞാലൊന്നും നിങ്ങൾക്കൊരു കാര്യങ്ങളും മനസ്സിലാവില്ല. അതുകൊണ്ട് ആരും സ്കിപ്പ് ചെയ്യരുത്. തുടക്കം മുതൽ അവസാനം വരെ കണ്ട് എന്തൊക്കെയാണ് പറയുന്നതെന്ന് നോക്കി അതിനനുസരിച്ച് ചെയ്താൽ മാത്രമേ നമ്മളുടെ വീഡിയോയിൽ അത് വർക്കൗട്ട് ആവുകയുള്ളൂ. അപ്പോൾ എല്ലാവരും ഏണിങ്സിന് വേണ്ടി തന്നെയാണ് യൂട്യൂബിൽ പ്രവർത്തിക്കുന്നത്. ഞാനും അതേപോലെ തന്നെ നിങ്ങളും അതേപോലെ തന്നെ. ഇപ്പോൾ ഈ വീഡിയോയ്ക്ക് മുന്നിൽ നിങ്ങൾ എത്തിപ്പെട്ടത് നിങ്ങൾക്ക് എങ്ങനെ സബ്സ്ക്രൈബർ ഉണ്ടാക്കാം എന്നുള്ളതിനെക്കുറിച്ച് സെർച്ച് ചെയ്തിട്ടാണല്ലോ. അപ്പോൾ അങ്ങനെ നമുക്ക് അത്രയും പെട്ടെന്ന് അങ്ങനെ സബ്സ്ക്രൈബേഴ്സിന് ഉണ്ടാക്കാൻ സാധിക്കും. അതിനെന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നാണ് നമ്മൾക്ക് വിശദമായിട്ട് നോക്കുന്നത്. ടിപ്സ് എന്ന് പറയുന്നത് സബ് നമ്മൾ ചെയ്യാതിരിക്കുക. അതായത് നമ്മളുടെ വീഡിയോയുടെ ലിങ്ക് മറ്റൊരാൾക്ക് അയച്ചു കൊടുത്തിട്ട് നമ്മൾ അവരോട് നമ്മളുടെ വീഡിയോ വാച്ച് ചെയ്യാൻ പറയുകയും അതേപോലെ തന്നെ സബ് ചെയ്യാൻ പറയുകയും ഇതൊക്കെ ചെയ്യുന്നത് കൊണ്ട് നമുക്കുള്ള ദോഷങ്ങൾ എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഒരു സബ്സ്ക്രൈബറിന് കിട്ടുക, ഓരോ സബ്സ്ക്രൈബറും നമുക്ക് വിലപ്പെട്ടതാണ്. അപ്പോൾ നമുക്ക് നമ്മളുടെ വീഡിയോ കാണാനുള്ള സബ്സ്ക്രൈബറായിരിക്കണം നമുക്ക് ലഭിക്കേണ്ടത്. നമ്മളുടെ വീഡിയോ ജസ്റ്റ് ഒന്ന് കണ്ട് നമ്മളെ സബ് ചെയ്ത് പോകുന്നവരെ തുടർന്നുള്ള വീഡിയോകൾ നമ്മൾ ഇടുമ്പോൾ കണ്ടുകൊള്ളണം എന്നില്ല. കണ്ടാൽ തന്നെ അവർ സ്കിപ്പ് ചെയ്ത് പോവുകയുള്ളൂ. അപ്പോൾ നമുക്ക് ആവശ്യം നമ്മൾ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ആ വീഡിയോ കാണാൻ പറ്റുന്ന ഒരു സബ്സ്ക്രൈബറെയാണ് നമുക്ക് ആവശ്യം. അപ്പോൾ ജെനുവനായിട്ട് കിട്ടുന്ന സബ്സ്ക്രൈബറിലൂടെ ഈ കാര്യങ്ങൾ നമുക്ക് നടക്കുകയുള്ളൂ. അപ്പോൾ വാരി വലിച്ച അവിടുന്ന് ഇവിടുന്നൊക്കെ സബ്സ്ക്രൈബറെ കൂട്ടിയിട്ടൊന്നും യാതൊരു പ്രയോജനവും ഉണ്ടാവില്ല. അത് നമുക്ക് നിരാശ തന്നെ തരുകയുള്ളൂ. യൂട്യൂബിലെ മുന്നോട്ടുള്ള കാലങ്ങളിൽ മുന്നോട്ട് നമ്മൾ പോകുന്തോറും നമ്മളുടെ ചാനൽ എത്ര മുന്നോട്ട് വളർന്നാലും ഇതേപോലെയുള്ള സബ്സ്ക്രൈബേഴ്സിനെ കിട്ടിയിട്ട് നമുക്ക് യാതൊരു പ്രയോജനവും ഉണ്ടാവില്ല. അതേപോലെ റിലേറ്റീവ്സിനൊക്കെ നമ്മളുടെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്ത് അവരോട് നമ്മൾ ശരിക്കും ചെയ്യുന്നത് എന്താ, നമ്മൾ കാണാൻ വേണ്ടി അഭ്യർത്ഥിക്കുകയാണ് അവരോട് ചെയ്യുന്നത്. അപ്പോൾ ജസ്റ്റ് അവൻ അയച്ചു തന്ന വീഡിയോ അല്ലേ, നമുക്കൊന്ന് ജസ്റ്റ് കാണാം, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം എന്നൊക്കെ തോന്നിയായിരിക്കും അവർ വീഡിയോ ഓപ്പൺ ചെയ്യുക. അവർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ ഒരു 30 സെക്കൻഡ് അല്ലെങ്കിൽ ഒരു 20 സെക്കൻഡൊക്കെ കാണുമ്പോഴത്തേക്കും അവരെന്ത് ചെയ്യും, മതിയാക്കി എന്തായാലും സബ് ചെയ്യാൻ പറഞ്ഞതല്ലേ എന്നൊക്കെ വിചാരിച്ച് അവർ സബ് ചെയ്തു പോകും. അങ്ങനെ ചെയ്തു പോകുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, തുടർന്നുള്ള വീഡിയോകൾ, നമ്മൾ ഇടുന്ന വീഡിയോകൾ അവർ കണ്ടുകൊള്ളണമെന്നില്ല. കണ്ടാൽ തന്നെ അത് സ്കിപ്പ് ചെയ്തു പോകും. അപ്പോൾ അങ്ങനെയുള്ള സബ്സ്ക്രൈബറെ നമുക്ക് കിട്ടിയിട്ട് കാര്യമുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾ പൂർണ്ണമായിട്ടൊന്ന് ചിന്തിക്കുക. ആരെങ്കിലും സബ് ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിർത്തുക. ആദ്യത്തെ ടിപ്സിൽ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, സബ് ചെയ്യുന്നവരുണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ടും നിർത്തുക. ഈ വീഡിയോ കാണുന്നതോട് കൂടിയിട്ട് അങ്ങനത്തെ പരിപാടികളൊക്കെ നിർത്തുക. ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യണമെങ്കിലുള്ള ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ്, അത് എഡിറ്റ് ചെയ്യാനുള്ള ടൈമിങ്, അതേപോലെ അതിൻ്റെ ലൈറ്റ് സെറ്റപ്പ്, എല്ലാ സൗകര്യങ്ങളും നമുക്ക് ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ കുറച്ച് പ്രയാസമാണ്. അതിലുപരി അത് എഡിറ്റ് ചെയ്ത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നത് വരെയുള്ള പ്രോസസ്സിങ് എന്ന് പറഞ്ഞാൽ അത് നിസ്സാരം അല്ല. അപ്പോൾ അത്രയും കഷ്ടപ്പെട്ട് നമ്മൾ വീഡിയോസ് ഇട്ടിട്ട് അത് നമ്മൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുത്ത് അവർ 20 സെക്കൻഡ് 30 സെക്കൻഡൊക്കെ വാച്ച് ചെയ്ത് പോകുന്നത് കൊണ്ട് നമുക്ക് യാതൊരു പ്രയോജനവും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ആദ്യം അങ്ങനത്തെ പരിപാടികളൊക്കെ പൂർണ്ണമായിട്ടും നിർത്തിയിട്ട് ജെനുവനായിട്ടുള്ള സബ്സ്ക്രൈബറിനെ പിടിക്കാൻ നോക്കുക. ജെനുവനായിട്ടുള്ള സബ്സ്ക്രൈബറെ നമുക്ക് ലഭിക്കും. അത് നമ്മൾ ഏത് രീതിയിലാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ ഈ വീഡിയോയുടെ അവസാന ടിപ്സായിട്ട് ഞാൻ പറയാം. അപ്പോൾ എല്ലാവരും അതേപോലെ തന്നെ ചെയ്യുക. ടിപ്സ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ സ്ഥിരമായിട്ട് വീഡിയോസ് ഇടുക. നമ്മൾ ചിലപ്പോൾ ഒരു വീഡിയോസ് ഇട്ട് അതിൽ നമുക്ക് വ്യൂസ് ഒന്നും വന്നില്ല, നമ്മളെന്നാൽ രണ്ടാമത്തെ വീഡിയോസ് ഇടുക. അങ്ങനെ സ്ഥിരമായിട്ട് വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കുക.
അപ്പോൾ സ്ഥിരമായിട്ട് വീഡിയോസ് ഇടുമ്പോൾ നമുക്കുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ യൂട്യൂബിന് തോന്നും ഇതൊരു ജെനുവനായിട്ടുള്ള ചാനലാണ്, അതേപോലെ ജെനുവനായിട്ടാണ് വീഡിയോ ചെയ്യുന്നത്, അതുകൊണ്ട് സ്ഥിരമായിട്ട് വീഡിയോകൾ ഇടുന്നുണ്ട്. അപ്പോൾ യൂട്യൂബിൻ്റെ ഭാഗത്തു നിന്ന് നമുക്ക് ഒരുപാട് ഇംപ്രഷൻസ് ലഭിക്കും. അപ്പോൾ അതുവഴി നമ്മളുടെ വീഡിയോ ഒരുപാട് ആളുകളിലേക്ക് എത്തുകയും അപ്പോൾ അങ്ങനെ തന്നെ നമ്മളുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് നമുക്ക് അതുവഴി ഇഷ്ടം പോലെ സബ്സ്ക്രൈബറും കാര്യങ്ങളൊക്കെ അതിൽ തന്നെ ഉണ്ടാകും. അപ്പോൾ നമ്മൾ ജെനുവനായിട്ട് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ഈ പറഞ്ഞ കാര്യം ചെയ്താൽ നമുക്ക് സബ്സ്ക്രൈബറെ ജെനുവനായിട്ട് തന്നെ കിട്ടുന്നതാണ്. അപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് ദിവസത്തിൽ 1-2 വീഡിയോ ഇടാൻ പറ്റുകയാണെങ്കിൽ അത്രയും നല്ലത്. ഇല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു 3 വീഡിയോ വെച്ചെങ്കിലും നിങ്ങൾ സ്ഥിരമായിട്ട് ഒരു 5-6 മാസം സ്ഥിരമായിട്ട് ഇട്ടുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ചാനലിൽ അതിനുള്ള ഒരു മാറ്റം കാണാൻ സാധിക്കും. തീർച്ചയായിട്ടും ഞാനിത് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഇത് ഞാൻ ചെയ്തതിന് ശേഷം അത് വർക്കൗട്ട് ആയതിന് ശേഷമാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഇത് പറഞ്ഞു തരുന്നത്. അപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് ഒരു 5-6 മാസം നമ്മളിതിൽ മെനക്കെട്ടിട്ട് തന്നെ വീഡിയോസ് നല്ല നല്ല കണ്ടൻറ്റുകൾ കണ്ടെത്തി അത് ഇട്ട് നമ്മൾ സ്ഥിരമായിട്ട് നല്ല ടൈറ്റിലും ടാഗൊക്കെ കൊടുത്ത് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ നമ്മളുടെ ചാനലിൽ അത്യാവശ്യം വ്യൂസും അതുവഴി നമ്മളുടെ ചാനലിന് ഒരുപാട് ഗ്രോ ചെയ്യാനും സബ്സ്ക്രൈബറൊക്കെ പെട്ടെന്ന് തന്നെ നമുക്ക് ആയി കിട്ടും. കണ്ടെത്തുക, അതേപോലെ തന്നെ അത് നല്ല രീതിയിൽ എഡിറ്റ് ചെയ്യുക, അതിൽ കുറച്ച് എൻഗേജ്മെൻ്റ് ആയ കാര്യങ്ങളൊക്കെ ചേർക്കുക, സ്ഥിരമായിട്ട് വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കുക. നമുക്ക് എന്തായാലും ഇതിനുള്ളൊരു പ്രതിഫലം നമുക്കുണ്ടാകും. അടുത്ത ടിപ്സ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ നമ്മളത് വാട്സപ്പിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഷെയർ ചെയ്യും നമ്മളെ ഫ്രണ്ട്സിന്. അപ്പോൾ നമ്മളങ്ങനെ ഷെയർ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ യൂട്യൂബിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു റെക്കമെൻഡേഷനും ചെല്ലൂല. ആ ചെല്ലാത്തതിനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നിർബന്ധിച്ചു കൊണ്ടാണ് ഒരാളെ വീഡിയോ നമ്മൾ ഷെയർ ചെയ്ത് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അതിനൊരു 50% അല്ലെങ്കിൽ 60%, 80% ഒക്കെ വ്യൂ ഡ്യൂറേഷൻ ഉണ്ടെങ്കിൽ ഈ വീഡിയോ യൂട്യൂബ് റെക്കമെൻഡ് ചെയ്യുകയുള്ളൂ. അങ്ങനെയുള്ള വീഡിയോസുകൾ യൂട്യൂബിൽ സ്ഥിരമായിട്ട് നമുക്ക് വ്യൂസും കാര്യങ്ങളൊക്കെ കിട്ടുകയുള്ളൂ. അതുകൊണ്ട് നമ്മൾ പരമാവധി ഈ ഷെയറിങ് കാര്യങ്ങൾ ഒഴിവാക്കുക. അതുപോലെ തന്നെ നമ്മളെ കണ്ടൻറ്റ് 100% നമ്മളെ കണ്ടൻറ്റ് കണ്ടു കഴിഞ്ഞാൽ ഇഷ്ടപ്പെടും എന്നുള്ളവർക്ക് മാത്രം നമ്മൾ കണ്ടൻറ്റ് ഷെയർ ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക. ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ മുഴുവനായിട്ട് കാണും എന്ന് ഉറപ്പുള്ളവർക്ക് മാത്രം ഷെയർ ചെയ്യുക. അല്ലാതെ നമ്മൾ കണ്ട ഗ്രൂപ്പിലേക്കും എല്ലായിടത്തേക്കും ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ വീഡിയോ കാണും, അവർ കാണും, സ്കിപ്പ് ചെയ്തു പോകും. അതുകൊണ്ട് നമ്മളുടെ വ്യൂ ഡ്യൂറേഷൻ കുറയും, അതുവഴി ഇംപ്രഷൻ കുറയും. അപ്പോൾ യൂട്യൂബിൻ്റെ ഭാഗത്തു നിന്നുള്ള എല്ലാ റെക്കമെൻഡേഷനും അതോടുകൂടി നിൽക്കും. അങ്ങനത്തെ ഒരു പ്രവണത ഉണ്ടെങ്കിൽ അത് ഈ വീഡിയോ കാണുന്നതോട് കൂടിയിട്ട് നിർത്തുക. അതുകൊണ്ട് നമുക്ക് യാതൊരു പ്രയോജനവും ഉണ്ടാവില്ല. നമുക്ക് കുറച്ച് സബ്ബിന് കിട്ടും എന്നല്ലാതെ നമുക്കത് ജെനുവനായിട്ട് സ്ഥിരമായിട്ട് നമ്മളെ വീഡിയോ അവർ കണ്ടോളണമെന്നില്ല. അപ്പോൾ പരമാവധി നമ്മൾ എന്ത് ചെയ്യുക, ഷെയർ ചെയ്യുന്ന സംഗതികൾ ഒഴിവാക്കുക. നമ്മൾ പരമാവധി വീഡിയോ അപ്ലോഡ് ചെയ്തുകൊണ്ട് നമുക്ക് യൂട്യൂബ് ബ്രൗസ് ഫീച്ചറിലും അതേപോലെ സെർച്ചിലും നമ്മളെ വീഡിയോസ് എത്തിക്കാൻ ശ്രമിക്കുക. സെർച്ചിലും ബ്രൗസറിലും എത്തിയാൽ മാത്രമേ നമുക്ക് ഇതിനൊരു പ്രയോജനം ഉണ്ടാവുള്ളൂ. അല്ലാതെ നമ്മൾ കുറേ എക്സ്റ്റേണൽ വ്യൂസ് ആയിട്ട് വന്നതുകൊണ്ട് നമുക്ക് അതിൽ യാതൊരു പ്രയോജനം ഉണ്ടാവില്ല. അവർ ഈ വീഡിയോ കാണും, ഇപ്പോൾ 2 മിനിറ്റുള്ള വീഡിയോ ആണെന്നുണ്ടെങ്കിൽ അവരൊരു 20 സെക്കൻഡ് കാണും, കണ്ടിട്ട് അവർ സബ് ചെയ്ത് അവരങ്ങ് പോകും. പിന്നെ അടുത്ത വീഡിയോ നമ്മളത് കാണുമ്പോൾ അവർ തിരിഞ്ഞു നോക്കണം എന്ന് തന്നെ ഇല്ല. അഥവാ കണ്ടാൽ തന്നെ അവർ അപ്പം തന്നെ സ്കിപ്പ് ചെയ്തു പോകും. അപ്പോൾ അങ്ങനെയുള്ള സബിനെ നമുക്ക് കിട്ടിയിട്ട് കാര്യമില്ല. അപ്പോൾ അതൊന്ന് എല്ലാവരും ശ്രദ്ധിക്കുക. 4ാമത്തെ ടിപ്സ് പറയുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ എൻ്റെ വീഡിയോ ഒന്ന് ഫുള്ളായി വാച്ച് ചെയ്യുക, അതേപോലെ ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഷെയർ കൂടി ചെയ്തേക്കുക. ആർക്കെങ്കിലും ഒക്കെ വീഡിയോ ഉപകാരപ്പെടുകയാണെങ്കിൽ അത് ഒരു ഉപകാരം തന്നെയാണല്ലോ. അറിയാത്തവരുണ്ടെങ്കിൽ അവരിലേക്ക് വീഡിയോസ് എത്തുന്നുണ്ടെങ്കിൽ അവർക്ക് അതുവഴി എന്തെങ്കിലും ഒരു പ്രയോജനം കിട്ടുകയാണെങ്കിൽ അത് ഏറ്റവും നല്ലതല്ലേ. അപ്പോൾ നമുക്ക് 4ാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ
ഐ കോണ്ടാക്റ്റ് എപ്പോഴും ഉണ്ടാക്കാൻ ശ്രമിക്കുക. അതാണ് നമ്മളുടെ വീഡിയോയുടെ രഹസ്യം തന്നെ. അതാണ് നമ്മൾ ക്ലിക്കാകാനുള്ള മെയിൻ പോയിൻ്റ് തന്നെ അതാണ്. അത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഞാൻ ഇപ്പം നിങ്ങൾക്ക് മുന്നിൽ ഒരു വീഡിയോ അവതരിപ്പിക്കുന്നുണ്ട്. ഞാൻ എൻ്റെ മൊബൈൽ ക്യാമറ ലെൻസിൽ നോക്കിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ എങ്ങനെയാണ്, ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് പോലെ തന്നെയാണ്. അപ്പോൾ പരമാവധി നമ്മൾ ഫേസ് ഉപയോഗിച്ച് വീഡിയോ ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മളുടെ ക്രിയേറ്റിവിറ്റി ഉപയോഗിച്ച് നമ്മൾ വീഡിയോ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ക്ലിക്കാകാൻ പറ്റും. അപ്പോൾ നമ്മൾ അതിൽ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അതിൻ്റെ ലൈറ്റ് സെറ്റിങ്സ്, അതേപോലെ ബാക്ക്ഗ്രൗണ്ട് സെറ്റിങ്സ്, അതേപോലെ സൗണ്ട് ക്വാളിറ്റി എല്ലാം നമ്മൾ ഒന്ന് ക്ലിയർ ചെയ്യുക. അതിനുശേഷം നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുക, നല്ല രീതിയിൽ എഡിറ്റ് ചെയ്യുക. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെയാണ് നമുക്ക് മുന്നേറാൻ സാധിക്കുകയുള്ളൂ. അത് പറഞ്ഞ കാര്യം എല്ലാവരും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുക്കുക. യൂട്യൂബിൽ ആത്മാർത്ഥമായിട്ടാണ് വർക്ക് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ നാലാമത് പറഞ്ഞ കാര്യം, ഈ 1, 2, 3 ഉൾക്കൊള്ളണ്ട എന്നല്ല, ഏറ്റവും പ്രധാനമായിട്ട് എടുക്കേണ്ടത് നാലാമത്തെ ടിപ്സാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മളെ ഫേസ് എപ്പോഴും പ്രസൻറ്റ്, വീഡിയോയിൽ നമ്മളുടെ ഫേസ് പ്രസൻറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് നമ്മളുടെ വ്യൂവേഴ്സുമായിട്ട് ഒരു കോണ്ടാക്റ്റ് ഉണ്ടാവും. അപ്പോൾ അതുവഴി തന്നെ നമ്മളുടെ വീഡിയോ, അല്ലെങ്കിൽ നമ്മളുടെ ഒരു വീഡിയോൻ്റെ തംബ്നെയിൽ കാണുമ്പോഴത്തേക്കും ആൾക്കാർ കയറി ക്ലിക്ക് ചെയ്യുകയും അതുവഴി നമുക്ക് വ്യൂ വരും, അതേപോലെ വാച്ച് ടൈം വരും, അതേപോലെ ലൈക്ക്, സബ്, കമൻറ്റ് എല്ലാം വരും. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മളുടെ ഫേസ് ഉപയോഗിച്ച് തന്നെ വീഡിയോ ചെയ്യാൻ ശ്രമിക്കുക. അതും സ്ഥിരമായിട്ട് തന്നെ വീഡിയോ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ അതിലൊന്നും ഒരു മുടക്കവും വരുത്തരുത്, ഒരു ഉപേക്ഷയും വിചാരിക്കരുത്. നമ്മൾ ഒരു ജോലി ചെയ്യുമ്പോൾ പോലെ തന്നെ, ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യും പോലെ തന്നെ അതിനൊരു സ്ഥിരമായിട്ടൊരു ടൈമും അതേപോലെ തന്നെ കുറച്ച് സമയം കണ്ടെത്തിയാൽ നമുക്ക് ഇതിൽ തീർച്ചയായിട്ടും വിജയിക്കാൻ സാധിക്കും. അതേപോലെ തന്നെ സബ്ബൊക്കെ എത്രയും പെട്ടെന്ന് തന്നെ ആയി കിട്ടും. അതേപോലെ നമ്മളുടെ ചാനൽ മോണിറ്റൈസേഷൻ എത്രയും പെട്ടെന്ന് തന്നെ എനേബിൾ ആക്കാനും പറ്റും. വീഡിയോ എടുക്കുമ്പോൾ നല്ല ലൈറ്റ് ക്ലാരിറ്റി ഒക്കെ കിട്ടണമെങ്കിൽ നമ്മൾ അത്യാവശ്യം ലൈറ്റ് സെറ്റിങ്സുകളൊക്കെ സെറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അതേപോലെ തന്നെ നമ്മൾ ഓഡിയോ ക്വാളിറ്റി കിട്ടണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു മൈക്ക് യൂസ് ചെയ്യേണ്ടി വരും. ഇതിനൊക്കെ ചെറിയ ചെറിയ ചിലവുകളുണ്ട്. കുറച്ച് പൈസ മുടക്കിയാലല്ലേ എന്തെങ്കിലുമൊക്കെ ഉയരത്തിൽ നമുക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ ഒരു ചെറിയ പൈസ, മൈക്കിനൊന്നും അതിന് മാത്രം പൈസ വരില്ല, ഒരു ചെറിയ പൈസ മുടക്കി നല്ലൊരു മൈക്കും അതേപോലെ തന്നെ കുറച്ച് ലൈറ്റ് സെറ്റപ്പും കാര്യങ്ങളൊക്കെ, ഫേസിലേക്ക് ലൈറ്റ് തട്ടുന്ന രീതിയിലേക്കൊക്കെ നല്ല ക്ലാരിറ്റിയിൽ വീഡിയോ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്താൽ തന്നെ നമ്മളുടെ ചാനലിൽ അതിൻ്റെ ഒരു പുരോഗതി നിങ്ങൾക്ക് ആദ്യത്തെ 2-3 ആഴ്ച കൊണ്ട് തന്നെ ഇതിൻ്റെ നിങ്ങൾക്ക് ബെസ്റ്റ് റിസൾട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ് ചെയ്യുക. അതേപോലെ മറ്റുള്ളവർക്ക് കൂടി ഈ വീഡിയോ ഉപകാരപ്രദമാകട്ടെ എന്ന രീതിയിൽ ഷെയർ കൂടി ചെയ്യുക. അപ്പോൾ ഇന്നത്തേക്ക് ജയ് ഹിന്ദ്.